ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെട്ടിനാടൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക പോലെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 വലിയ സവാള ചെറിയ പീസസായി കട്ട് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് വരട്ടിയെടുക്കണം. സവാളയുടെ ഒരു പച്ച മണം മാറുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ ഇഞ്ചിയുടെ പീസ്, 5-6 വെളുത്തുള്ളി, 6-7 പച്ചമുളക്, 5-8 ചെറിയ ഉള്ളി, കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ചതച്ചെടുക്കുക. എന്നിട്ട് ഇത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വഴട്ടിയെടുക്കുക കേട്ടോ. അതൊരു ബ്രൗൺ കളർ ആവണ വരെയും വഴട്ടിയെടുക്കുക. നെക്സ്റ്റ് നമ്മൾ പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ തന്നെ വരട്ടിയെടുക്കാം. ഇനി പൊടികളുടെ പച്ചക്കുത്ത് മണം മാറുന്നവരും വരട്ടിയെടുക്കാം കേട്ടോ. ഓയിൽ കുറവാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വരട്ടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു തക്കാളി ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരട്ടി എടുക്കുവാണ്. അത് വരുമ്പോഴേക്കും നമ്മൾ 1 മണിക്കൂർ മുമ്പ് കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ക്യാഷ്, ഒരു 5-8 ക്യാഷും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ കേർഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി തൈരും ഉപ്പും കൂടി ചേർത്ത് 1 മണിക്കൂർ ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ നമ്മുടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടി അത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മളുടെ റൈസ്, ഞാൻ ഇവിടെ ജീരകശാല റൈസാണ് എടുക്കുന്നത്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന വാട്ടർ എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ 1 ലെമണിൻ്റെ ഹാഫ് പോർഷൻ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവ് ഇത്തിരി കൂടുതലായിരിക്കണം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ രുചി ഇത്തിരി കൂടി മുൻതൂക്കാൻ നിൽക്കണം. എന്നാൽ മാത്രമേ ഇത് വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് പാകത്തിന് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഉപ്പാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ടൈമർ ഒരു 20 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 45 മിനിറ്റ്സിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വിസിൽ അപ്പോഴും ടൈറ്റ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട, കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. നമ്മുടെ സൂപ്പറായിട്ടുള്ള ചെട്ടിനാടൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. റൈസ് അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ.